അല്ല, അവർ പുറത്തിറങ്ങും ഷിബിലി. കാരണം ഈ രണ്ട് കുറ്റവും, ഒന്ന് ആദ്യത്തെ കുറ്റം ഇവർക്കെതിരെയുള്ളത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നു, അതായത് മനുഷ്യക്കടത്ത് മാത്രമായിരുന്നു. പക്ഷേ ഏതാണ്ട് ഇന്നലെ കോടതിയിലേക്ക് ചില FIR-ൽ 1.5 മണിക്കൂർ അവസാനിക്കുന്നതിന് മുമ്പ് 1.5 മണിക്കൂർ മുമ്പ് മറ്റൊരു കുറ്റവും കൂടി ചേർത്തിട്ടുണ്ട്. അത് പ്രലോഭനങ്ങളിലും നിർബന്ധിത മതപരിവർത്തനവുമാണ്. അത് അവിടെ 1968-ലോ 69-ലായിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ട് ഈ മതപരിവർത്തനത്തിനെതിരെ. ആ നിയമം പാസ്സാക്കിയത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ പാസ്സാക്കി കൊടുത്തൊരു നിയമത്തിൻ്റെ കൂടി ആനുകൂല്യം വെച്ചുകൊണ്ട് ആ നിയമത്തിലെ കുറച്ചുകൂടി കടുത്ത വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR പാസ്സാക്കിയിട്ടുള്ളത്. ഇതിൽ ഷിബിലേക്ക് അറിയേണ്ടത്, കേരളത്തിൽ ഇത് വലിയ തീവ്രമായിട്ടുള്ള ഒരു വിഷയമായി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഛത്തീസ്ഗഡിലൊന്നും ഇത് വലിയ പ്രശ്നമായിട്ടൊന്നും മാറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടുത്തെ ബജരംഗൾ പ്രവർത്തകരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഐ വിൽ സ്മാഷ് യുവർ ഫേസ് എന്നൊക്കെയാണ് ഈ പറയുന്ന, നിന്റെ തല ഞാൻ തകർക്കും അല്ലെങ്കിൽ കർണത്തടിക്കും എന്നൊക്കെയുള്ള ലെവലിലാണ് അവരൊക്കെ ഈ കന്യാസ്ത്രീകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്.